പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ്. 1940കളിൽ ലോകത്ത് രണ്ടാം ലോകമഹായുദ്ധം നടന്നതിന് ശേഷം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടേം എമേർജ് ചെയ്തു വന്നു. അതിനുള്ള പ്രധാന കാരണം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ള എൻവിറോൺമെൻറ്റൽ മൂവ്മെൻറ്റുകളാണ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിന് കാരണം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൺ ദ എൻവിറോൺമെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഹ്യൂമൻ ഗ്രോത്തിലും ഡെവലപ്മെൻറ്റിലുണ്ടാവുന്നതിൻ്റെ അതിലുണ്ടാകുന്ന ഗ്രോത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ എൻവിറോൺമെൻറ്റും കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ടേം ഉയർന്നു വന്നിട്ടുള്ളത്. യുണൈറ്റഡ് നാഷൻ്റെ ബെർട്ട്ലാൻഡ് കമ്മീഷൻ പ്രകാരമാണ്. 1987 ബെർട്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അത് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ, നമ്മളെ കോമൺ ആയിട്ടുള്ള ഫ്യൂച്ചർ ഡിഫൈൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. അത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് അത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് വിച്ച് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ്. നമ്മളത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സ് എന്ത് ചെയ്യുക, മീറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദർ ആർ 3 elements for sustainable development. First one is economic, second one is social, third one is environmental, which have to be considered is equal measure at the political level. ഈ മൂന്നും എന്താണ്, ഈക്വൽ ടു മെഷർ അറ്റ് ദ പൊളിറ്റിക്കൽ ലെവലിന് ഈക്വൽ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ദ ഐഡിയ ദാറ്റ് സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ, എക്കണോമിക് പ്രോഗ്രസ് ആർ അറ്റൈനബിൾ, എല്ലാം അറ്റൈൻ ചെയ്യാൻ കഴിയും വിത്തിൻ ദ ലിമിറ്റ് ഓഫ് അവർ എർത്ത് നാച്ചുറൽ റിസോഴ്സ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ലിമിറ്റായിട്ടുള്ള അവർ എർത്ത് നാച്ചുറൽ റിസോഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എവരിത്തിങ് ഇൻ ദ വേൾഡ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് വേൾഡിലുള്ള എല്ലാം ഉൾക്കൊണ്ട് ആസ് ബീങ് കണക്റ്റഡ് ത്രൂ സ്പേസ്, ടൈം, ക്വാളിറ്റി ഓഫ് ലൈഫ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എവരിത്തിങ് ഇൻ ദ വേൾഡ് ആസ് ബീങ് കണക്റ്റഡ്. Sustainable development constantly seek to achieve social economic progress in ways that will not exhaust in earth finite natural resources. നമ്മളെ ഭൂമിയിലുള്ള റിസോഴ്സ് എന്താണ്, ഫിനിറ്റാണ്. ആ ഫിനിറ്റ് നാച്ചുറൽ റിസോഴ്സ് എക്സോസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് അച്ചീവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ നീഡ്സ് ഓഫ് ദ വേൾഡ് ടുഡേ ആർ റിയൽ ആൻഡ് ഇമ്മീഡിയറ്റ്. ലോകത്തിൻ്റെ ഇന്നത്തെ നീഡ്സ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളതാണ്, ഇമ്മീഡിയറ്റ് ആണ്. ഇറ്റ്സ് നെസസറി ടു ഡെവലപ്പ് വേസ് ടു മീറ്റ് ദിസ് നീഡ്സ് ദാറ്റ് ടു നോട്ട് ഡിസ്റിഗാർഡ് ദ ഫ്യൂച്ചർ. പക്ഷേ അത് നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴും അത് ഡെവലപ്പ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്യൂച്ചറിനെ നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഒഴിവാക്കാൻ പാടില്ല. ദ കപ്പാസിറ്റി ഓഫ് അവർ എക്കോസിസ്റ്റം ഈസ് നോട്ട് ലിമിറ്റ്ലെസ്. എക്കോസിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നോട്ട് ലിമിറ്റ്ലെസ് ആണ്. മീനിങ് ദ ഫ്യൂച്ചർ തന്നെ ജനറേഷൻ മെ നോട്ട് ബി ഏബിൾ ടു മീറ്റ് ദെയർ നീഡ്സ് ദ വേ വി ആർ ഏബിൾ ടു നൗ. നമുക്ക് ഇന്ന് ഏബിൾ അല്ലാത്തത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻ മെ നോട്ട് ബി ഏബിൾ ടു മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ദ ഒബ്ജക്റ്റീവ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മേ ബി ദ ഫോളോയിങ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ് പറയുന്നത്, ഒന്ന് ഇൻക്രീസിങ് എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക, മീറ്റിംഗ് ദ ബേസിക് നീഡ്സ്, ആളുകളുടെ ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ ഇതുപോലുള്ളതൊക്കെ മീറ്റ് ചെയ്യുക. ഇൻവോൾവിങ് മോർ പോപ്പുലേഷൻ ഇൻ ഡെവലപ്മെൻറ്റ്, ജനങ്ങളെ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കൺട്രോളിങ് പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുക. കൺസേവിങ് ആൻഡ് ഇംപ്രൂവിങ് ദ എൻവിറോൺമെൻറ്റ് എന്ന് കൺസേവ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ പരിപാലിക്കുക. ചേഞ്ചിങ് ദ ടെക്നോളജി ചേഞ്ച് ചെയ്യുക. മാനേജിങ് ദ റിസ്ക് മാനേജ് ചെയ്യുക. ചേഞ്ചിങ് ദ ഇൻ്റർനാഷണൽ റിലേഷനിൽ ചേഞ്ച് വരുത്താം. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ മേക്കേഴ്സാണ്. അതിൻ്റെ ഒരു കെട്ടുണ്ടാവില്ല, എങ്ങനെയാണ് വരുന്നത്. 1968 ദ ക്ലബ് ഓഫ് റോം, എ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ്, എക്കണോമിസ്റ്റ് ആൻഡ് പോളിസി മേക്കർ ഫോമഡ് ക്ലബ് ഓഫ് റോം ടു അഡ്രസ് ഗ്ലോബൽ ചലഞ്ച് ഇൻക്ലൂഡിംഗ് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. 1968 കുറച്ച് സയൻറ്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും പോളിസി മേക്കേഴ്സും കൂടി ഫോം ചെയ്തതാണ് ക്ലബ് ഓഫ് റോം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അഡ്രസ് ദ ഗ്ലോബൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യുക, ഇൻക്ലൂഡിംഗ് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. അങ്ങനെ 1972 റിലീസ് ദ ലിമിറ്റ് ഓഫ് ടു ഗ്രോത്ത്. 1972 എന്ത് ചെയ്ത്, ലിമിറ്റ് ടു ഗ്രോത്ത് എന്നുള്ളത് റിലീസ് ചെയ്തു. ദിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിപ്പോർട്ട് കമ്മീഷൻഡ് ബൈ ക്ലബ് ഓഫ് റോമിൻ്റെ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഹൈലൈറ്റ് ദ പൊട്ടൻഷ്യൽ കോൺസിക്വൻസ് ഓഫ് അൺചെക്ഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റിസോഴ്സ് ഡിപ്ലീഷൻ, സ്പാർക്കിംഗ് വൈഡ് സ്പ്രെഡ് ഡിബേറ്റ് അബൌട്ട് ദ നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മൾ നാട്ടിലുള്ള അൺചെക്ഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത്, റിസോഴ്സിൻ്റെ ഡിപ്ലീഷൻ എന്ത് ചെയ്ത്, അതൊക്കെ അതിൽ പ്രതിപാദിച്ചിരുന്നു. അതിൽ നിന്ന് ഒരു പുതിയൊരു ഡിബേറ്റിന് തുടക്കം കുറിച്ചു. അങ്ങനെയാണ് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയം വരുന്നത്. 1972 ദ യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് ഓൺ ദ
ഹ്യൂമൻ എൻവിറോൺമെൻറ്റിനെ പ്രതിപാദിച്ചുകൊണ്ട് യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് നടന്നു. സ്റ്റോക്ക്ഹോം, സ്വീഡനിലായിരുന്നു ഇത് നടന്നിരുന്നത്. ദ കോൺഫറൻസ് ഇസ് മാർക്ക് ദ ഫസ്റ്റ് മേജർ ഇൻ്റർനാഷണൽ എഫേർട്ട് ടു അഡ്രസ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ അറ്റ് ദ ഗ്ലോബൽ ലെവലിലെ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ എഫേർട്ടായിരുന്നു ഈ കോൺഫറൻസ്. ലെയിൻ ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്യൂച്ചർ എൻവിറോൺമെൻറ്റൽ ഗവേണൻസ് ആൻഡ് കോർപ്പറേഷൻ. ഇതെന്ത് ചെയ്തു, ഒരു ഫൗണ്ടേഷൻ നൽകി, ഒരു അടിത്തറ നൽകി. ഫ്യൂച്ചർ എൻവിറോൺമെൻറ്റൽ ഗവേണൻസ് ആൻഡ് കോർപ്പറേഷന് ഒരു ഫൗണ്ടേഷൻ തുടക്കം കുറിച്ചു. 1984 വേൾഡ് കമ്മീഷൻ ഓൺ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബെർട്ട്ലാൻഡ് കമ്മീഷൻ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് യുണൈറ്റഡ് നാഷനാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അഡ്രസ് ദ അർജൻറ്റ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാലഞ്ചസ് ഫേസ് ഇൻ ദ വേൾഡ് ഫേസ് ചെയ്യുന്ന അർജൻറ്റ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ചാലഞ്ചസ് അഡ്രസ്സ് ചെയ്യുക എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ടാണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ വന്നത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതെന്ത് ചെയ്ത് കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് നൽകി, ഇൻ്റഗ്രേറ്റിംഗ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോൾസ്. അങ്ങനെ 1987 ബെർട്ട്ലാൻഡ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോമൺ ഫ്യൂച്ചർ റിലീസ് ചെയ്തു. അതിലാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ആ ഡെഫിനിഷൻ. ഇതെന്ത് ചെയ്യുന്നത്, ഇത് എംഫസൈസിങ് ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ ഡയമെൻഷൻ. 1992 എർത്ത് സമ്മിറ്റ് നടന്നു, റിയോ ഡി ജനീറോ, ബ്രസീലിൽ. യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആൾസോ നോൺ ആസ് എർത്ത് സമ്മിറ്റ്, ബ്രോട്ട് ടുഗദർ ദ വേൾഡ് ലീഡേഴ്സ് ടു അഡ്രസ് പ്രസിൻ ദ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചാലഞ്ചസ്. വേൾഡിലെ ലീഡേഴ്സ് ടുഗദറായിട്ട് എന്ത് ചെയ്ത് എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ചാലഞ്ചസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു മീറ്റായിരുന്നു. ദ സമ്മിറ്റ് പ്രൊഡ്യൂസ്ഡ് സെവറൽ കീ അഗ്രിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനെ നമ്മൾ ഇൻക്ലൂഡിങ് റിയോ ഡിക്ലറേഷൻ ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അജണ്ട 21, കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അടുത്തത് റിയോ ഡിക്ലറേഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഡിക്ലറേഷൻ ഔട്ട്ലൈൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഔട്ട്ലൈൻ ചെയ്തു, ഇൻക്ലൂഡിങ് പ്രിക്കഷണറി പ്രിൻസിപ്പിളും ദ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ അവകാശം, ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അജണ്ട 21 അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, എർത്ത് സമ്മിറ്റിൻ്റെ അഡോപ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്. The Agenda 21 outline a specific goal and strategy for achieving sustainable development across various sectors including agriculture, energy, transportation and urban development. ഓക്കെ, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്ന അതിന് സ്ട്രാറ്റജി ഇതിൽ മേക്ക് ചെയ്തു. അഗ്രികൾച്ചർ, എനർജി, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ ഡെവലപ്മെൻറ്റ്. ഇനി 2002 ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹെൽഡ് ഇൻ ജോഹന്നസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലാണ് ഇത് ഹെൽഡ് ചെയ്തത്. ദ സമ്മിറ്റ് എയിം ടു അസസ് ദ പ്രോഗ്രസ് അസസ് ചെയ്യുക, അതെങ്ങനെയുണ്ട് ഇതുവരെ നടത്തിയിട്ടുള്ള ഓരോന്നിൻ്റെ അസസ് ചെയ്യുക. അതായിരുന്നു ഇതിൻ്റെ മെയിൻ എയിം. സിൻസ് എർത്ത് സമ്മിറ്റ് മുതൽ ഐഡൻറ്റിഫൈ ന്യൂ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വാൻസിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഡ്വാൻസ് ചെയ്യുന്നതിനുള്ള അതിലെ ന്യൂ ചാലഞ്ചസ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇറ്റ് റിസൾട്ടഡ് ജോഹന്നസ്ബർഗ് പ്ലാൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ വിച്ച് റീഅഫേംഡ് കമ്മിറ്റ്മെൻറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഔട്ട്ലൈൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ് സ്ട്രാറ്റജി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് 3 പില്ലാറുകളുണ്ട്, 3 തൂണുകളുടെ. ഒന്ന് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ദിസ് ഇൻവോൾവ് എൻഷുറിംഗ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ വേ ദാറ്റ് പ്രൊമോട്ട് ലോങ് ടേം പ്രോസ്പെരിറ്റി വിത്തൗട്ട് ഡിപ്ലീറ്റിംഗ് റിസോഴ്സ് ഓർ കോസിംഗ് ആമൗണ്ട് ടു ദ എൻവിറോൺമെൻറ്റ്. ഈ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള പ്രോസ്പെരിറ്റി പ്രൊമോട്ട് ചെയ്ത് അതെന്തിനെ റിസോഴ്സിനെ നശിപ്പിക്കാൻ പാടില്ല, അതേപോലെ എൻവിറോൺമെൻറ്റിന് ഹാം ഉണ്ടാക്കാനും പാടില്ല. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആയിരുന്നു. അടുത്ത സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ദിസ് ഫോക്കസ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഇൻക്ലൂഷൻ. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സോഷ്യൽ ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഇൻക്ലൂഷൻ. ആളുകൾക്ക് സോഷ്യൽ ഇക്വിറ്റി ആണെങ്കിൽ അവർക്ക് ജസ്റ്റിസ് വേണം, അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ. എൻഷുർ ദാറ്റ് ആൾ പീപ്പിൾ ഹാവ് അസസ് ടു റിസോഴ്സ്. എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ലോകത്തുള്ള എല്ലാ ആളുകളും റിസോഴ്സ് ആക്സസ് ചെയ്യുക. ആൻഡ് ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. നെസസറി ഫോർ ദെയർ വെൽബീങ്, അവരുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ദിസ് എംഫസൈസ് ദ കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് എക്കോസിസ്റ്റം, റെഡ്യൂസിങ് പൊല്യൂഷൻ ആൻഡ് വേസ്റ്റ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ ദ എൻവിറോൺമെൻറ്റ്. ഇത് പ്രധാനമായിട്ട് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എംഫസൈസ് ചെയ്യുന്നത് കൺസർവേഷൻ, പ്രിസർവേഷൻ, നാച്ചുറൽ റിസോഴ്സും എക്കോസിസ്റ്റം എന്ത് ചെയ്യാണ്, കൺസർവേറ്റ് ചെയ്യുക, പരിപാലിക്കുക. എന്നിട്ട് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ ദ എൻവിറോൺമെൻറ്റ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റൽ അക്കൗണ്ടിങ്. ഇതിൽ 3 തരത്തിലുള്ള ക്യാപിറ്റലാണുള്ളത്. ഒന്ന് മാൻമെയ്ഡ് ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, നാച്ചുറൽ ക്യാപിറ്റൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെയും എൻവിറോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങുമാണ് ഇതിൽ പറയുന്നത്. മാൻമെയ്ഡ് ക്യാപിറ്റൽ മെഷീന്, പ്ലാന്റ്സ്, എക്യുപ്മെൻറ്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ നോളജ്, ടെക്നോളജി, നോ ഹൗ ആൻഡ് സ്കില്ല്. നമുക്കെങ്ങനെ ടെക്നിക്കലായിട്ടുള്ള
സ്കില്ലുകൾ നമുക്ക് എങ്ങനെ അറിയാം, എങ്ങനെ ഉപയോഗിക്കാൻ അറിയാം എന്നതിനെക്കുറിച്ച്. നാച്ചുറൽ ക്യാപിറ്റൽ, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് നമുക്കറിയാം, നാച്ചുറൽ റിസോഴ്സുകൾ, അതാണ് നാച്ചുറൽ ക്യാപിറ്റൽ. അങ്ങനെ 3 ക്യാപിറ്റലാണ് ഇതിലുള്ളത്. എൻവിറോൺമെൻറ്റൽ അസറ്റ് സച്ച് ആസ് സോയിൽഡ്, വൈൽഡ് ലാൻഡ്, ബയോഡൈവേഴ്സിറ്റി ആർ ആഡഡ് ടു പ്രൊഡക്റ്റീവ് അസറ്റ് ആസ് എ സോഴ്സ് ഓഫ് വെൽത്ത്. ദേ ആർ ലിങ്ക്ഡ് ടു എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. എൻവിറോൺമെൻറ്റൽ അസറ്റുകളായിട്ടുള്ള സോയിൽ, വൈൽഡ് ലാൻഡ്, ബയോഡൈവേഴ്സിറ്റി ഇതെന്ത് ചെയ്യും, പ്രൊഡക്റ്റീവ് അസറ്റിലേക്ക് ആഡ് ചെയ്യും, സോഴ്സ് ഓഫ് വെൽത്ത്. ദേ ആർ ലിങ്ക്ഡ് ടു എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പ്രിസർവേഷൻ ഓഫ് ലോസ് ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ ഷുഡ് ബി കൗണ്ടഡ്. പ്രിസർവേഷൻ, ലോസ് ഓഫ് നാച്ചുറൽ ക്യാപിറ്റലും നമ്മൾ തന്നെ കൗണ്ട് ചെയ്യണം. അക്കോർഡിംഗ് ടു ടൊഡാരോ ആൻഡ് സ്മിത്ത് 1992, സസ്റ്റൈനബിൾ നെറ്റ് നാഷണൽ ഇൻകം. സസ്റ്റൈനബിൾ നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ദ എമൗണ്ട് ദാൻ ക്യാൻ ബി കൺസ്യൂംഡ് വിത്തൗട്ട് ഡിമിനിഷിങ് ക്യാപിറ്റൽ സ്റ്റോക്ക്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിമിനിഷ് ചെയ്താതുള്ള എമൗണ്ട് ദാൻ ക്യാൻ ബി കൺസ്യൂം ചെയ്യുന്നതിന് എന്താ പറയുക, നെറ്റ് നാഷണൽ ഇൻകം ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അണ്ടർ അൺകൺവെൻഷണൽ സിസ്റ്റം പ്രകാരം NNP വുഡ് ബി NNP is equal to GNP minus DM. DM is equal to depreciation of man-made capital. Man-made capitalൻ്റെ ഡിപ്രീസിയേഷൻ എന്തെന്ന് ഓർക്കുക, GNP എന്ന് കുറച്ചതാണ് NNP എന്ന് പറയുന്നത്. എൻവിറോൺമെൻറ്റൽ അഡ്ജസ്റ്റഡ് നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ നാഷണൽ ഇൻകം എന്ന് പറയും, NNI സ്റ്റാർ. NNI സ്റ്റാർ ഈക്വൽ ടു GNI, ഗ്രോസ് നാഷണൽ ഇൻകം മൈനസ് DM മൈനസ് DN. ഗ്രോസ് നാഷണൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഡിപ്രീസിയേഷൻ ഓഫ് മാൻമെയ്ഡ് ക്യാപിറ്റലിലെ ഡിപ്രീസിയേഷൻ മൈനസ് ഡിപ്രീസിയേഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ ക്യാപിറ്റൽ. അതാണ് എന്ത്, സസ്റ്റൈനബിൾ നാഷണൽ ഇൻകം. സസ്റ്റൈനബിൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറക്കാണ്, മാൻമെയ്ഡ് ക്യാപിറ്റലിൻ്റെ ഡിപ്രീസിയേഷനും എൻവിറോൺമെൻറ്റൽ ക്യാപിറ്റലിൻ്റെ ഡിപ്രീസിയേഷനും കുറച്ചതാണ്. ഇനി യുണൈറ്റഡ് നാഷൻ ഒബ്ജക്റ്റീവ് ഓഫ് മില്ലേനിയം ഡിക്ലറേഷൻ 2000 മില്ലേനിയം ഡിക്ലറേഷനാണ് പറയുന്നത്. അതിൽ കുറച്ച് വാല്യൂസ്, പ്രിൻസിപ്പിൾ, ഒബ്ജക്റ്റീവ് എന്ത് ചെയ്ത് അത് സെറ്റ് ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ട്, എയിംഡ് അറ്റ് പ്രൊമോട്ടിങ് പീസ് പ്രൊമോട്ട് ചെയ്യുക, സെക്യൂരിറ്റി, ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ്. സം ഓഫ് ദ കീ വാല്യൂസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ദ മില്ലേനിയം ഡിക്ലറേഷൻ്റെ കുറച്ച് വാല്യൂസും അതിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഒന്ന്, ഹ്യൂമൻ ഡിഗ്നിറ്റി. The declaration emphasizes the inherent dignity and the worth of every individual regardless of race, gender, ethnicity or socio-economic status. ഈ സാധനം ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും ഒരു വേർത്ത് ഉണ്ട്, ഓരോരുത്തർക്കും അവരുടേതായിട്ട് ഡിഗ്നിറ്റി ഉണ്ട്. അവിടെ റേസ് നോക്കാൻ പാടില്ല, ജെൻഡർ നോക്കാൻ പാടില്ല, എത്നിസിറ്റി നോക്കാൻ പാടില്ല, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും നോക്കാൻ പാടില്ല. ഇറ്റ് അണ്ടർസ്കോർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ആൾ. എല്ലാവരുടെയും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഇതാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന വാല്യൂസ്. അടുത്ത ഈക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി. ഡിക്ലറേഷൻ കോൾ ഫോർ ദ പ്രൊമോട്ടിങ് ഈക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിക്ലറേഷൻ 2000 ഹ്യൂമൻ ഡിക്ലറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മില്ലേനിയം ഡിക്ലറേഷന് പ്രൊമോട്ട് ചെയ്യേണ്ട ഈക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി ബോത്ത് വിത്തിൻ ദ എമംഗ് നാഷണലുകൾ തമ്മിൽ. ഇറ്റ് എംഫസൈസ് നീഡ്സ് ടു എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ എലിമിനേറ്റ് ചെയ്യുക. എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ പീപ്പിൾ. എല്ലാവർക്കും എന്ത് ചെയ്യാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എൻഷുർ ഇൻക്ലൂഡിങ് മാർജിനലൈസ്ഡ് ആൻഡ് വൾനറബിൾ ഗ്രൂപ്പും. മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനും വൾനറബിൾ ഗ്രൂപ്പിനും എന്ത് ചെയ്യാണ്, അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നൽകുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്, അത് പറയേണ്ട ആവശ്യമില്ല. പീസ് ആൻഡ് സെക്യൂരിറ്റി. ലോകത്തെത്തിയ പീസ് ആൻഡ് പ്രൊമോട്ടിങ് പീസ്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി അറ്റ് ഗ്ലോബൽ, റീജിയണൽ ആൻഡ് നാഷണൽ ലെവൽ. ടു അഡ്വക്കേറ്റ് പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്, ഡിസ്അർമേമെൻറ്റ് ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് അഗ്രഷൻ. അത് ലോകത്ത് പീസും സെക്യൂരിറ്റിയും നിലനിർത്തുക. റൂൾ ഓഫ് ലോ ആൻഡ് ഗുഡ് ഗവേണൻസ്. ഡിക്ലറേഷൻ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്ഹോൾഡിംഗ് റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് ലോ ആൻഡ് പ്രൊമോട്ടിംഗ് അക്കൗണ്ടബിൾ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗവേണൻസ് സിസ്റ്റം. ലോകത്ത് അക്കൗണ്ടബിൾ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗവേണൻസ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക. ഇറ്റ് കാൾസ് ഫോർ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ എന്താ റെസ്പെക്ട് കൊടുക്കുക. ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് എഫക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മെക്കാനിസം ഫോർ ഗവേണൻസ്. അടുത്ത സോളിഡാരിറ്റി ആൻഡ് പാർട്ണർഷിപ്പ്. മില്ലേനിയം ഡിക്ലറേഷൻ റെക്കഗ്നൈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് സോളിഡാരിറ്റി അഡ്രസ്സിങ് ഗ്ലോബൽ ചലഞ്ച് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവരും തമ്മിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് സോളിഡാരിറ്റി പ്രകാരമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സോളിഡാരിറ്റി ആൻഡ് പാർട്ണർഷിപ്പ്. ഇറ്റ് കാൾ ഫോർ പാർട്ണർഷിപ്പ് എമംഗ് ഗവൺമെൻറ്റുകൾ തമ്മിൽ ഒരു പാർട്ണർഷിപ്പായിട്ട് വർക്ക് ചെയ്യുക. സിവിൽ സൊസൈറ്റി, ദ പ്രൈവറ്റ് സെക്ടർ, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അഡ്വാൻസ് കോമൺ ഒബ്ജക്റ്റീവ് ആൻഡ് അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അടുത്തത് പോവർട്ടി ഇറാഡിക്കേഷൻ ഡെവലപ്മെൻറ്റ്. എന്താണ് പോവർട്ടി എന്ത് ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ജോബ് ക്രിയേറ്റ് ചെയ്യുക, ആക്സസ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ നൽകുക, ഹെൽത്ത് കെയർ ഫെസിലിറ്റി എല്ലാവർക്കും നൽകുക, ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് ബേസിക് സർവീസ് ഫോർ ഓൾ. ഇനി അടുത്ത് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഡിക്ലറേഷൻ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ്.
എൻവിറോൺമെൻറ്റ് കൺസേർവ് ചെയ്യുക, നമ്മളെ എന്ത് ചെയ്യുക, പരിസ്ഥിതി എന്ത് ചെയ്യുക, കൺസേർവ് ചെയ്യുക, സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇറ്റ് കാൾസ് ഫോർ ആക്ഷൻ ഓഫ് അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, ദ ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് എൻവിറോൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീങ്. ഈ ആക്ഷൻ പ്രകാരം ഈ ഡിക്ലറേഷന് ഒരു കാൾ ഫോർ ആക്ഷൻ എന്തൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് അഡ്രസ്സ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി ലോസ് അഡ്രസ്സ് ചെയ്യുക, എൻവിറോൺമെൻറ്റ് ഡിഗ്രഡേഷൻ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള കാര്യങ്ങളും ഇതിനെ കൂടെ. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ് സോഷ്യൽ എക്കണോമിക് വെൽബീങ്ങിൻ്റെ ഇൻ്റർ കണക്റ്റഡ്നെസ് റെക്കഗ്നൈസ് ചെയ്ത്. അപ്പോൾ ഓവറാൾ മില്ലേനിയം ഡിക്ലറേഷൻ റിഫ്ലക്ട് ദ കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊമോട്ടിംഗ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഈക്വാലിറ്റി, പീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. മില്ലേനിയം ഡിക്ലറേഷന് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൊമോട്ടിംഗ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഈക്വാലിറ്റി, പീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള് SDG എന്ന് പറയും. ഇത് കാൾ ഓഫ് ആക്ഷൻ അഡോപ്റ്റഡ് യുണൈറ്റഡ് നാഷൻ മെമ്പർ സ്റ്റേറ്റ് 2015 2030 ആകുമ്പോഴേക്കും ഇത് അറ്റൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശം. അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് SDG 17 ഇൻ്റർലിങ്ക്ഡ് ഗോളുകളുണ്ട്, 17 ഗോളുകളുണ്ട്. അതെന്ത് ചെയ്യുന്നത്, അഡ്രസ് ദ റേഞ്ച് ഓഫ് ഗ്ലോബൽ ചലഞ്ചസ് ഇൻക്ലൂഡിംഗ് പോവർട്ടി, ഇനീക്വാലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, എൻവിറോൺമെൻറ്റ് ഡിഗ്രഡേഷൻ, പീസ്, ജസ്റ്റിസ്, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യും. പോവർട്ടി, ഇനീക്വാലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, എൻവിറോൺമെൻറ്റ് ഡിഗ്രഡേഷൻ, പീസ്, ജസ്റ്റിസ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള 17 ഗോൾ. ഈച്ച് ഗോൾ ആ സ്പെസിഫിക് ടാർഗറ്റ്, ഓരോന്നിലും സ്പെസിഫിക് ടാർഗറ്റ് ഉണ്ട്. 2030 ആകുമ്പോഴേക്കും അറ്റൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകളാണ് പറയുന്നത്. ഒന്നാമത്തത് നോ പോവർട്ടി, എൻഡ് പോവർട്ടി ഇൻ ആൾ ഇസ് ഫോം ഓഫ് എവരിവെയർ, എല്ലായിടത്തുള്ള പോവർട്ടി എൻഡ് ചെയ്യുക. 0 ഹങ്കർ, ആർക്കും വിശപ്പുണ്ടാവാൻ പാടില്ല. ഫുഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ. ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ, പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് അതിൻ്റെ ടാർഗറ്റുകൾ. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, എൻഷുർ ഹെൽത്തി ലീവ്സ് ആൻഡ് പ്രൊമോട്ട് വെൽബീങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജ്, എന്താണ് ഹെൽത്തി ജീവിതം എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ പ്രൊമോട്ട് വെൽബീങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജ്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വെൽബീങ് പ്രൊമോട്ട് ചെയ്യുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എന്ത് ചെയ്യുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക. ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ, എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുക. അടുത്ത് ജെൻഡർ ഈക്വാലിറ്റി, അച്ചീവ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവർ ആൾ വുമൻ ആൻഡ് ഗേൾസ്, എന്നാൽ ജെൻഡർ ഈക്വാലിറ്റി അച്ചീവ് ചെയ്യുക, എംപവർ എല്ലാ സ്ത്രീകളെയും പെൺകുട്ടികളെയും എന്ത് ചെയ്യാണ്, എംപവർ ചെയ്യുക. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, എന്താണ് എൻഷുർ അവൈലബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ആൾ, എല്ലാവർക്കും എന്ത് ചെയ്യാണ്, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, സാനിറ്റേഷൻ സൗകര്യം ലഭ്യമാക്കുക. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, എല്ലാവർക്കും എന്ത് ചെയ്യുക, അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോഡേൺ എനർജി എല്ലാവരിലേക്കും ലഭ്യമാക്കുക. ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, പ്രൊമോട്ട് സസ്റ്റൈൻഡ് ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡീസൻറ്റ് വർക്ക് ഫോർ, എല്ലാവർക്കും ജോലി ലഭ്യമാക്കുക, അതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക. ഇൻഡസ്ട്രി, ഇന്നവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡ് റെസിലൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ട് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഫോസ്റ്റർ ഇന്നവേഷൻ. അപ്പം വ്യവസായമായിട്ടും ഇന്നവേഷനായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, അതേപോലെ പ്രൊമോട്ട് ഇൻക്ലൂസീവ്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫോസ്റ്റർ ഇന്നവേഷൻ. അടുത്ത് റെഡ്യൂസ് ഇനീക്വാലിറ്റി, ഇനീക്വാലിറ്റി എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, റിച്ചും പോറും തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസ് കമ്മ്യൂണിറ്റി മേക്ക് സിറ്റീസ് ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇൻക്ലൂസീവ്, സേഫ്, റെസിലൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ. റെസ്പോൺസിബിൾ കൺസംപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, എൻഷുർ സസ്റ്റൈനബിൾ കൺസംപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ. സസ്റ്റൈനബിൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ നീഡ്സൊക്കെ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ളതിനെ കോംപ്രമൈസ് ചെയ്യാതുള്ള കൺസംപ്ഷനും പ്രൊഡക്ഷൻ. അടുത്ത ക്ലൈമറ്റ് ആക്ഷൻ, ടേക്ക് അർജൻറ്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ചിൻ ഇസ് ഇമ്പാക്റ്റ്, ക്ലൈമറ്റ് ചേഞ്ചിലുള്ള അതേപോലെ തന്നെ അതിലുള്ള പ്രശ്നങ്ങൾ കോമ്പാക്റ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലൈമറ്റ് ആക്ഷൻ. ലൈഫ് ബിലോ വാട്ടർ, കൺസേർവ് സസ്റ്റൈനബിലിറ്റി യൂസ് ഓഷൻ, സീസ് ആൻഡ് മറൈൻ റിസോഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കടലിനടിയിലുള്ള വാട്ടർ സംരക്ഷിച്ച് നിർത്തുക. അതിനടിയിൽ വാട്ടർ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. ലൈഫ് ഓഫ് ലാൻഡ്, പ്രൊട്ടക്റ്റ്, റീസ്റ്റോർ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ്, ഫോറസ്റ്റ്, കോമ്പാറ്റ് ഡീസേഫിക്കേഷൻ, ഹോൾട്ട് ആൻഡ് റിവേഴ്സ്, ലാൻഡ് റീക്രിയേഷൻ, ഹോൾട്ട് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ ഭൂമി എന്ത് ചെയ്യുക, പരിപാലിച്ച് നിർത്തുക. പീസ്, ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്യുക. പ്രൊവൈഡ് ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ആൾ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ജസ്റ്റിസ് ആക്സസ് ചെയ്യുക. ബിൽഡ് എഫക്റ്റീവ് ആൻഡ് അക്കൗണ്ടബിൾ ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ഓൾ ലെവൽ. പാർട്ണർഷിപ്പ് ഫോർ കോൾ, സ്ട്രെങ്തൻ ദ മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റീവൈറ്റലൈസ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ലോകത്തുള്ള എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക, എന്തിനു വേണ്ടിയിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇത്ര ഗോളുകൾ കണക്ട് ചെയ്തിട്ടുള്ള 17 ഗോളുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളായിട്ട് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ട് കരുതുന്നു. ഓക്കെ, താങ്ക് യു.